ആക്രമിച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. അഗളി സ്വദേശിയാണ് പിടിയിലായത്. ഈ മാസം 15-നാണ് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷബാസ്, വലിയ നടുക്കത്തോടുകൂടി, വലിയ ഞെട്ടലോടുകൂടി നമ്മൾ കേട്ട വാർത്തയാണ് ഈ പെൺകുട്ടിക്ക് നേരെയുള്ള ആക്രമണം. അതിൽ പ്രതി പിടിയിലായിരിക്കുന്നു. എവിടെ നിന്നാണ് പിടിയിലായത്? പോലീസ് അറിയിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ? ഷബാസ്. റിജിത്ത്, കൊച്ചിയെ നടുക്കിക്കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെവരും കേട്ട വാർത്തയായിരുന്നു കളമശ്ശേരിയിൽ വെച്ച് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നത്. കഴിഞ്ഞ ഞായറാഴ്ച കളമശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിന് അടിയിൽ വെച്ചായിരുന്നു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. HMT സമീപത്തുള്ള ഈ ഒരു കടയിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകും വഴിയാണ് പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത്. ഏകദേശം 30 വയസ്സിനോടടുത്ത് പ്രായമുള്ള യുവാവാണ് ആക്രമണം നടത്തിയെന്ന് പെൺകുട്ടി അന്ന് തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇപ്പോൾ ആ പ്രതി പിടിയിലായിരിക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടി അഗളിയിൽ നിന്നാണ് ഈ പ്രതി കളമശ്ശേരി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പ്രതിയെ പോലീസ് അഗളിയിൽ പോയി തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് പങ്കുവച്ചിട്ടില്ല. നാളെ വിശദമായൊരു വാർത്താ സമ്മേളനം തന്നെ കളമശ്ശേരി പോലീസ് വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ നടുക്കത്തോടു കൂടി കേട്ട വാർത്തയായിരുന്നു കളമശ്ശേരിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച് ഈ പണവും സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും അടക്കം കവർന്നു എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ആ പ്രതി പിടിയിലായിരിക്കുകയാണ്. റിജിത്ത്, ഷബാസ്, ഒരു മോഷണം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയെ മാരകമായി ആക്രമിക്കുന്ന നിലയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയുണ്ടായിരുന്നു. കല്ലുകൊണ്ടൊക്കെ തലയ്ക്കടിക്കുന്ന നിലയിലേക്കൊക്കെ ഭീകരമായ ക്രൂരതയാണ് ഉണ്ടായത്. ഇയാളുടെ പശ്ചാത്തലം എന്താണ്? പോലീസ് എന്തെങ്കിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ ഷബാസ്? റിജിത്ത്, ഇതുവരെ ലഭ്യമായത് അഗളി സ്വദേശിയാണ് പിടിയിലായത് എന്ന വിവരം മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ നാളെ പോലീസ് വിശദമായി തന്നെ മാധ്യമങ്ങളോട് പറയുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ക്രൂരമായൊരു കവർച്ചയും ആക്രമണവുമായിരുന്നു പെൺകുട്ടിക്ക് നേരെ നടന്നത്. വൈകിട്ട് ഈ പെൺകുട്ടി ജോലി കഴിഞ്ഞ് തിരിച്ചു പോകും വഴി പെൺകുട്ടിയെ തൂണിലിടിച്ചടക്കം പരിക്കേൽപ്പിച്ചായിരുന്നു ഒരു കാതിലെ കമ്മലും സ്വർണ്ണാഭരണങ്ങളും പണവും മൊബൈൽ ഫോണും അടക്കം ഈ പ്രതി കവർന്ന് കൊണ്ടുപോയത്. ഈ പ്രദേശത്ത് CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം അന്ന് ഏറെ പ്രതിസന്ധിയിലായിരുന്നു. പിന്നീട് സമീപ പ്രദേശങ്ങളിലെ CCTV കേന്ദ്രീകരിച്ചാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസ് ശേഖരിച്ചത്. പിന്നീടാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേർന്നതും. നിലവിൽ പിടിയിലായിരിക്കുന്നത് അഗളി സ്വദേശിയാണെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. റീജിത്ത്, ശരി. ഷബാസ് അഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നാളെ എന്തായാലും പോലീസ് മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ആ ഘട്ടത്തിൽ പോലീസ് വിശദീകരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു. അഗളി സ്വദേശി.